പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. നന്നായിരിക്കുന്നുവോ? സുഖമായിരിക്കുന്നുവോ? ഈ സ്ഥലം കാണാൻ കാടുപോലെയുണ്ടല്ലോ, കാട്ടിനകത്ത് പോയിരിക്കുകയാണോ എന്ന് ചോദിക്കുകയാണോ? നല്ല ഭംഗിയുള്ള മരങ്ങള്, എവിടെ നോക്കിയാലും പച്ചപ്പ്. സ്വീഡൻ എന്ന നാട്ടിലെ മനോഹരമായൊരു ഭാഗമാണിത്. കടൽ തീരത്ത് ഇതുപോലെ അഴകുള്ള മരങ്ങൾ നിറഞ്ഞ തോട്ടങ്ങളുണ്ട്. വളരെ പ്ലസന്റ് ആയിരിക്കുന്നു. ദൈവം സൃഷ്ടിച്ച മരങ്ങൾ ഓരോ നാട്ടിലും വളരെ വ്യത്യസ്തമായി കാണപ്പെടുന്നു. അതെല്ലാം കാണുമ്പോൾ തന്നെ അത്ഭുതം തോന്നുന്നു. ശരി, ഈ ദിവസം ദൈവം നമുക്ക് തരുന്ന വചനം എന്താണെന്നറിയാമോ? ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. അതായത് 117 സങ്കീർത്തനം 2 വാക്യത്തിൽ നമ്മോടുള്ള യഹോവയുടെ ദയ വലുതായിരിക്കുന്നു. ദൈവം നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന ദയ വലുതാണ്. നിങ്ങളുടെ മേലുള്ള ദയ വലുതായിരിക്കുന്നു. നാം നശിച്ചു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയ കൊണ്ടാണ്. അനേകം ആപത്തുകളും അനേകം പോരാട്ടങ്ങളും വരുന്നു. ദുഷിച്ച മനുഷ്യർ ഒരു വശത്ത്, ദുരാത്മാക്കൾ മറുവശത്ത്. പോരാട്ടങ്ങളും പ്രശ്നങ്ങളും നമ്മെ നശിപ്പിക്കാനായി എത്രയോ പരീക്ഷകളും ഉപദ്രവങ്ങളും വന്നാലും നാം നിർമൂലമാകാതിരിക്കാതെ ഇന്നും ജീവിച്ചിരിക്കുന്നില്ലേ? അതിന് കാരണം ദൈവത്തിന്റെ ദയയാണ്. നമ്മുടെ ബലം കൊണ്ടോ നമ്മുടെ വിശുദ്ധി കൊണ്ടോ നമ്മുടെ ഭക്തി കൊണ്ടോ അല്ല, ദൈവത്തിന്റെ ദയയാണ്. അല്ല, എനിക്ക് നല്ല വിശ്വാസമുണ്ട്, ഞാൻ വളരെ വിശുദ്ധിയുള്ളവനാണ്, ഭക്തനാണ്, അതുകൊണ്ടാണ് നിലനിൽക്കുന്നതെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എനിക്കങ്ങനെ പറയാനാവില്ലെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ യോഗ്യതയില്ലാത്തവനാണെന്ന് ഇടയ്ക്കിടയ്ക്ക് മനസ്സിലാക്കി ദൈവസന്നിധിയിൽ ചെന്ന് യോഗ്യതയില്ലാത്ത എനിക്ക് അങ്ങയുടെ ദൃഷ്ടിയിൽ ദയ ലഭിച്ചുവല്ലോ എന്ന് ദൈവത്തെ ഞാൻ സ്തുതിക്കാറുണ്ട്. അത് ശരിയാണ്. പൗലോസ് പറയുന്നു, ഞാൻ എല്ലാവരെക്കാളും കൂടുതലായി പ്രയത്നിച്ചു, കൂടുതൽ ശുശ്രൂഷ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞാനല്ല, ദൈവത്തിന്റെ ദയ. ആ ദയയാണ് എന്നെക്കൊണ്ടത് ചെയ്യിച്ചത്. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനല്ല, കർത്താവിന്റെ ദയ. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും ദൈവത്തിന്റെ ദയയില്ലാതെ നിലനിൽക്കാനാകുമോ? നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ദയയാണ്. സൗഖ്യമായിരിക്കുന്നതും ദൈവത്തിന്റെ ദയ, സുരക്ഷിതമായിരിക്കുന്നത് ദൈവത്തിന്റെ ദയ. ദൈവത്തിന്റെ ദയ വലുതാണ്. കൃപ എന്നാൽ എന്താണ്? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. യോഗ്യതയില്ലാത്ത ഒരാൾക്ക് ദൈവം കാണിക്കുന്ന ദയയാണ് കൃപ. നമ്മുടെ യോഗ്യത കൊണ്ടല്ല, വിശുദ്ധനായ ദൈവം എത്ര വലിയവനാണ്. ആ സന്നിധിയിൽ ചെന്ന് നിൽക്കാനുള്ള യോഗ്യത നമുക്കുണ്ട് എന്ന് കരുതുന്നുണ്ടോ? ആ യോഗ്യത യഹോവയാൽ നമുക്ക് കിട്ടിയിരിക്കുന്നു, അത്ര തന്നെ. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ദൈവമാണ് നമുക്ക് യോഗ്യത തന്നിരിക്കുന്നത്, അല്ലാതെ നമ്മുടെ യോഗ്യതയല്ല. യോഗ്യതയില്ലാത്ത നമുക്ക് ദൈവം കാണിക്കുന്ന ദയയാണ് കൃപ. ആ കൃപയാണ് നമ്മെ താങ്ങുന്നത്. ആ കൃപ കൊണ്ടാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് അഹന്തയ്ക്കിടം കൊടുക്കാതെ ദൈവത്തിന്റെ കൃപയെ ഓർത്ത് അവനെ സ്തുതിക്കൂ. ദൈവമേ, അങ്ങയുടെ കൃപ, എന്നോടുള്ള അങ്ങയുടെ കൃപ വലുതാകുന്നു, അതിന് സ്തോത്രമെന്ന് ദൈവത്തെ സ്തുതിക്കൂ. വലിയ ഒരു സന്തോഷമുണ്ടാകും. പ്രാർത്ഥിക്കാമോ? കർത്താവേ, ദൈവമേ, എന്നോടുള്ള അങ്ങയുടെ കൃപ വലുതാകുന്നു. ആ കൃപ കൊണ്ടാണ് ഞാൻ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, നിലനിന്നുകൊണ്ടിരിക്കുന്നത്. ആ കൃപയ്ക്കായി സ്തോത്രം, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ